ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഷാലു ലച്ചു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഞാനും ഷൈനസും രഞ്ജുവും ഷാരോണും ശരത്തും കൂടെ ഒരു കൊല്ലം സിറ്റിയിലൊന്നും കറങ്ങാൻ പോയേട്ടാ. ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന ആശ്രമ അമ്പലത്തിലേക്കാണ്. അപ്പം ഞങ്ങളിവിടെ ഷൈനസ് ഒരുങ്ങി. ഷൈനസേ ടാറ്റ ഹായ് പറ. ഹലോ. അപ്പം ഞാനും ഷൈനസ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ശരത്തിന് വെയിറ്റ് ചെയ്യാണ്. അവൻ ഇതുവരെ ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പേരു പോയിട്ട് രഞ്ജുവിനെയും ഷാരോണിനെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് നേരെ ആശ്രമ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പം ശരി, തുടർന്നുള്ള വിശേഷങ്ങൾ കാണാം. ഫ്രണ്ട് രഞ്ജുവാ. അങ്ങനെ ശരത്ത് കാറിലോട്ട് കയറുന്നു. അങ്ങനെ ഞങ്ങള് രഞ്ജു വന്നിട്ടുണ്ട്. കയറിക്കോ. അതെ പാത്രത്തിൽ എന്തുവാ? ഇലയപ്പം. അപ്പൊ ഇലയപ്പൊക്കെ തിന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് പോകുമ്പോ ബെൽറ്റ് ഇട്ടോ. ആ എൻ്റെ ബ്രദർ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു കേട്ടോ, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അമ്പലം അടയ്ക്കുമെന്ന് പേടിയായിരുന്നു കേട്ടോ, പക്ഷെ അമ്പലം അടച്ചിട്ടില്ലായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ ടെക്സ്റ്റൈൽസിലേക്കാണ്. രഞ്ജുവിന് കുറച്ച് നൈറ്റിയുടെ അളവ് കൊടുക്കാനുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ നേരെ വിട്ടത് പുളിമൂട്ടിലേക്കാണ് കേട്ടോ. അവൾക്ക് ഒരു ഷിഫോണിൽ ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ടോപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സൈസ് അവൈലബിൾ അല്ലായിരുന്നു. XXL വരെ ഉള്ളായിരുന്നു കേട്ടോ സൈസ്. പിന്നെ ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. അങ്ങനെ 1 മീറ്ററിന് 165. ഇത് ഏത് മെറ്റീരിയൽ എങ്ങനെയാടാ? ജോർജറ്റിന്റെ ഫ്ലോറൽ ഇല്ലേ? ജോർജറ്റ്. ഇത് ലൈനിങ് എന്തോ എടുത്തേ? ക്രേപ്പിന്റെ ലൈനിങ് അല്ലേ? റെഡിമെയ്ഡ് സൈസ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു മെറ്റീരിയൽ എടുക്കാവുന്ന. അങ്ങനെ അവർ പറഞ്ഞ കണക്ക് അതിന് ലൈനിങ് ക്രേപ്പിന്റെ മെറ്റീരിയലും എടുത്തു. അപ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. ഇത്രയും നേരം അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ. അങ്ങനെ ഞങ്ങൾ അതിന് ഓപ്പോസിറ്റുള്ള കേക്ക്സിൽ കയറി ഫുഡ് അടിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ 5 പേര് സെപ്പറേറ്റ് ഡിഷായിട്ടോ ഓർഡർ ചെയ്തത്. എന്തിനെന്ന് വെച്ചാൽ എല്ലാ ഡിഷിൻ്റെയും ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബീഫും കപ്പയും കൂടെ കുഴച്ചത് എന്നെ ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയാമോ? ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇളയവൻ ന്യൂഡിൽസും, ഷൈനസ് കിഴി പൊറോട്ടയും, ശരത്ത് കിഴി ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ അഡീഷണൽ ഒരു കപ്പ മീൻകറി ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം ഷെയർ ചെയ്താണ് കഴിച്ചത്. കപ്പയും മീൻകറിയിൽ മീനെന്ന് വെച്ചാൽ കേദാച്ചൂരയായിരുന്നു കേട്ടോ. അതും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കപ്പയും മീനും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പുളിമൂട്ടിലോ കല്യാൺ സിൽക്സിലോ ഒക്കെ കൊല്ലത്തുള്ളവർ വരികയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ കേക്ക്സിൽ കയറി ഫുഡ് അടിക്കാൻ മറക്കണ്ട. അടിപൊളി ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് അഫോർഡബിളും ആണ് കേട്ടോ. ഇത്രയും മേടിച്ചു. പിന്നെ ഒരു തണ്ണിമത്തൻ ജ്യൂസും മേടിച്ചു കേട്ടോ. ഇതെല്ലാം കൂടെ 850 ആയിട്ടുള്ളായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ടോട്ടല്. അപ്പം നമുക്ക് പ്രൈസും അഫോർഡബിളാണ്. അപ്പോൾ അവിടെയൊക്കെ വരുന്നവർ ഇവിടെ കയറി ഫുഡ് അടിക്കാൻ മറക്കണ്ട. പിന്നെ ഞങ്ങൾ നേരെ പോകാമെന്ന് വെച്ചത് റിലയൻസ് സ്മാർട്ടിലേക്കാണ് കേട്ടോ. മാടനടയിലുള്ള സ്മാർട്ടിലേക്കാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. സ്കൂൾ ഐറ്റംസും പിന്നെ കുറച്ച് ഡ്രസ്സസും.
അപ്പോൾ ഈ ഷൈനസ് കോട്ടയത്തും ശരത്ത് എറണാകുളത്തും പഠിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു ഷോപ്പിൽ തന്നെ മേടിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ഈ ഷോപ്പ് തിരഞ്ഞെടുത്തത്. ല്ലേ 20% ഓഫ്. കൊള്ളാം അല്ലേ? റിലയൻസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ടയേർഡായി. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി രഞ്ജു ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ചക്കയുടെ ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ചക്ക വെച്ചുണ്ടാക്കിയ അടയാണേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയായിരുന്നു കേട്ടോ ചക്കയട. അപ്പോൾ ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഇവന്മാർക്ക് അവിടുത്തെ ഡ്രസ്സ് ഷർട്ട്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത് ലൂക്ക എന്ന ഈ ഷോപ്പിലേക്കാട്ടോ. ലൂക്കാന്നോ ലോക്കോന്നോ എങ്ങനെ പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഈ ഷോപ്പിലാണ് പോയത്. ഇവിടെ സ്വല്പം ബ്രാൻഡഡും നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവന്മാർ ഷർട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനും രഞ്ജുവും കുറച്ച് ഫോണൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കി. അപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ അവർ സെലക്ട് ചെയ്തോട്ടെ. അവന്മാർ ഓരോ ഷർട്ടാണ് വെറുതെ എടുത്തത്. കൂടുതലൊന്നും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, ബഡ്ജറ്റ് കമ്മി ആയതുകൊണ്ട് കൂടുതലൊന്നും ഞങ്ങൾ എടുത്തില്ല. ഓരോ ഷർട്ട് വീതം രണ്ടുപേരും എടുത്തു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ, EMI ഫെസിലിറ്റി. ഇപ്പം നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് നമുക്ക് പ്രൈസ് അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്ക് EMI രീതി വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമേ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അച്ഛൻ്റെ യൂണിറ്റിലേക്കാട്ടോ. അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 13 വർഷമായി. അപ്പോൾ അമ്മ അവിടുത്തെ ഒരു മെമ്പറാണ്, ആ യൂണിറ്റിലെ മെമ്പറാണ്. അപ്പോൾ അവിടുത്തെ ഉള്ള എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു ലഡുവും ഒരു ജിലേബിയും ഒരു കട്ട്ലറ്റുമായിരുന്നു ഓരോരുത്തർക്കും ഓരോ പാക്കിലാക്കി വെക്കുന്നത്, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ സത്യവതി അമ്മയുടെ വകയായിട്ട് എല്ലാവർക്കും ഒരു ചെറിയ മധുരപലഹാര വിതരണമുണ്ട്. മധുരത്തിന്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പും പുളിയും കൂടി ഉണ്ട്. അത് കവറിലാക്കി അങ്ങ് തരിക. അത് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി തിന്നോ കളയോ കുഞ്ഞുങ്ങൾക്കോ അരുതാർക്കോ കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം സത്യവതി അമ്മയുടെ ഭർത്താവ് ഞങ്ങളുടെയൊക്കെ മാന്യ സുഹൃത്തും നമ്മുടെ അംഗമായിരുന്ന സുന്ദരേശൻ സാറും മരിച്ചു പോയതിന്റെ 10ാം വാർഷികമായിരുന്നു. അപ്പൊ അന്ന് തരാൻ വേണ്ടിയിട്ടാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അന്ന് അവിടെ കുഞ്ഞുങ്ങൾക്കാർക്കോ ചിക്കൻ ബോക്സ് വന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഞാൻ ചിക്കൻ ബോക്സ് ആണ്, ഇങ്ങോട്ട് വരികയും വേണ്ട, ആർക്കും ഇതുകൊണ്ട് കുടിക്കുകയും വേണ്ട. അങ്ങനെ ആ മാസം അങ്ങ് തട്ടിക്കഴിച്ച് പോയി. അപ്പം കാരണം പഴി ഇറങ്ങാൻ പറ്റുന്നുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞ് നിന്റെ താറേ എനിക്ക് വരാൻ വയ്യ. എൻ്റെ മക്കളെ 2 പേരെ അയച്ചിരുന്നു, കൊച്ചുമക്കളെ അയച്ചു. സത്യവതി അമ്മയുടെ മകളും മരുമകളും കൊച്ചുമക്കളും സന്നിധരായിട്ടുണ്ട്. അപ്പം അതിന് ഒരു കാരണം കൂടിയുണ്ട്. മരുമകള് ഒമാനിലാണ് താമസിക്കുന്നത്, ഭർത്താവിൻ്റെ കൂടെ, അതായത് മകൻ്റെ കൂടെ. അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 2 പേരും ഉന്നതമായ നിലവാരത്തിൽ മാർക്ക് മേടിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പം ആ സന്തോഷം കൂടെ ഉണ്ട്. അതിൻ്റെ അഡീഷണൽ ആയിട്ടൊരു സമോസ കൂടെ ഉണ്ട്. അങ്ങനെ 3 ഐറ്റമാണ് കവറിനകത്തുള്ളത്. പിന്നെ കാപ്പിയോ ചായയോ ഒക്കെ തരണം പറഞ്ഞു. നമ്മുടെ സ്ഥിരം ചുക്ക് കാപ്പി തമിഴ് അടച്ചിരിക്കുക. പിന്നെ ചായ വാങ്ങിച്ചാൽ നിങ്ങളത് കുടിക്കില്ല, വേണ്ട അതിന് മുമ്പ് തന്നെ പറഞ്ഞു. അപ്പം അവരെ നമുക്ക് എല്ലാവർക്കും ഒന്ന് നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. സത്യവതി അമ്മയ്ക്ക് മക്കളെ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അമ്മയുടെ അടുത്ത് അറിയിക്കാൻ അവിടെ ചെല്ലുന്നു.
അങ്ങനെ അവിടുത്തെ ഫംഗ്ഷനൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്ക്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ മോളുടെ ബർത്ത്ഡേ ആട്ടോ, മൂത്തകളുടെ പാറുണ്ടേ. അപ്പോൾ ഇന്ന് അവിടെ 7 മണിക്ക് ഞങ്ങൾക്ക് അവിടെ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ രഞ്ജുവിന് അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അപ്പോഴത്തെ ഇത് കണ്ട 2 കേക്ക് അവൾ കോളേജ് ജംഗ്ഷനിലെ ബേക്ക്ഡ് കേക്ക്സിൽ നിന്ന് മേടിച്ചതാട്ടോ. ഒന്ന് മേടിക്കുമ്പോൾ ഒന്ന് ഫ്രീയാണ്. പക്ഷെ സൂപ്പർ ടേസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ മൊത്തം കാണുകയും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.